ഹലോ സുഖല്ലേ? തങ്ങൾക്ക് കുറച്ച് കൃഷികളുണ്ട് ബാൽക്കണിയിൽ. അതിൽ തക്കാളിയെല്ലാം പിടിച്ചിട്ടുണ്ട്, ചെടികളെല്ലാം നല്ല പാങ്ങിൽ പൂവെല്ലാം വന്നിട്ടുണ്ട്. പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അതിനെല്ലാം വെള്ളയിക്കുമ്പോൾ വേറെ രസമാണെന്നാ പറഞ്ഞു. ഇന്ന് നോമ്പൊരു റൂമിൽ തന്നെ പരിപാടികൾ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അജ്മൽ സമൂസെല്ലാം ചുടുന്നുണ്ട്. എനിക്ക് വേറെ ഒരു പണിയും അതിനുണ്ട്. സതീഷ് ഏട്ടൻ തന്നെ മെയിൻ. മിനിയാന്ന് ഞാൻ പള്ളിയിൽ പോയതുകൊണ്ട് നമുക്കൊരു സാധനം കിട്ടിയിട്ടില്ല. അത് എന്തായാലും നമുക്ക് ആക്കി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് അതാക്കാന്നും പറഞ്ഞിട്ട് അതാക്കുന്ന തിരക്കില്ല. പഴമെല്ലാം പൊരിച്ചുകൊണ്ടുണ്ട്. ഈ സാധനത്തിന്റെ പേര് പോക്കറ്റ് ഷവർമയെന്ന് ഇട്ടിട്ടുണ്ട്. എങ്ങനെയെന്ന് തോന്നിയിട്ട് തന്നെ പറയാം, കാരണം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന്ന് പറഞ്ഞു. ഇപ്പഴാണെങ്കിൽ ഓരോന്ന് എടുത്തിട്ട് ചുട്ടോണ്ടുണ്ട്. അതെല്ലാം നോക്കിക്കൊണ്ട് നമ്മൾ അവിടെ വട്ടത്തിൽ നിന്നിട്ടുണ്ട്. അതിലെ നല്ലോണം കുടിച്ചുകൊണ്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് തല ഇറങ്ങുന്നുണ്ട്. എണ്ണക്കടി എന്നെ ഒഴിവാക്കി തന്നെ ചെയ്യണം, ശരിയാവില്ലേ? അല്ലോ ആകെ പോയിട്ടാന്നില്ലേ. പക്ഷെ ഇതാണെങ്കിൽ കാണുമ്പോ എങ്ങനെ തിന്നാതിക്കല്. ഇന്ന് റമദാൻ മാസം കഴിഞ്ഞിട്ട് തന്നെ നിർത്തി. ഏലക്കയും ഇഞ്ചിയും അങ്ങനെ എന്തെല്ലാം ഇട്ടിട്ട് സുയിലൊരു വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടായിനിപ്പ. അങ്ങനെ അതെല്ലാം കൂട്ടിട്ട് നമ്മെല്ലാരും നോമ്പ് തുറന്നുകൊണ്ടുണ്ട്. പോക്കറ്റ് ഷവർമ ഞാനും തോന്നുന്നു. ഓ മോനെ സൂപ്പർ എന്നെല്ലാം വെച്ചാൽ ഡബിൾ സൂപ്പർ. അങ്ങനെ കുറെ ചുട്ടിട്ടുണ്ടായിന്. അവർക്കും കൊടുക്കാറുണ്ട്. നല്ല സമൂസ എല്ലാം ചുട്ടിട്ടുണ്ടായിന്. ആ ക്രിസ്പിയോട് കൂടി കിർന്ന് കേട്ടിട്ട് തിന്നുമ്പോ എന്ത് പാങ്ങളേ. അങ്ങനെ അതെല്ലാം തിന്നിട്ട് നമ്മ നേരെ പുറത്തു പോയി ഇവർക്കും കൊടുത്ത്. എങ്ങനെയുണ്ട് നോക്കണല്ലോ. ഐറ്റം ഫുള്ള് വൈറലാക്കിയിട്ടുണ്ട്. യോറെ ബയറ്റിലും ആക്കിയിട്ടുണ്ട്. ബി ലെവലിൽ പോണം എന്ന് കുറേ ആയി പറയുന്നത്. അങ്ങനെ നേരെ അടുത്തേക്ക് പോയി ആടുന്ന ഒരു സാധനം ഓർഡർ ആക്കിയിട്ട് നമ്മളെല്ലാവരും പട്ടത്തിലിരുത്തിട്ട് തിന്നാൻ തുടങ്ങി. ഇതെല്ലാം തിന്നിട്ട് മരിച്ചാൽ മതി, നീ എല്ലാം ട്രൈ ചെയ്യണം. ആ പിസ്തയും ചോക്ലേറ്റും ആ ഒരു മസാലയും എല്ലാം കൂട്ടിട്ട് തിന്നുമ്പോട്ടല്ലോ മോനെ വലിയ ഷുഗർ ഒന്നുമില്ല, എന്നാലും പാങ്ങണ്ട്. അപ്പൊ ഓക്കെ ബൈ.